സിനിമാ ലോകത്തെയും ആരാധകരെയും ഒരുപോലെ ഞെട്ടിച്ചുകൊണ്ട് ഭൂട്ടാൻ ആഡംബര വാഹനക്കടത്ത് കേസിൽ പ്രമുഖ നടൻ ദുൽഖർ സൽമാനെ കസ്റ്റംസ് വീണ്ടും ചോദ്യം ചെയ്യാനൊരുങ്ങുന്നു. ഭൂട്ടാനിൽ നിന്ന് നികുതി വെട്ടിച്ച് ഇന്ത്യയിലേക്ക് കടത്തിയ കൂടുതൽ ആഡംബര വാഹനങ്ങൾ ദുൽഖർ സൽമാന്റെ പക്കലുണ്ടെന്നാണ് കസ്റ്റംസ് വിഭാഗം വ്യക്തമാക്കുന്നത്. കേസിൽ കൂടുതൽ വ്യക്തത വരുത്തുന്നതിനായി 4 ആഡംബര വാഹനങ്ങൾ കൂടി ഇപ്പോൾ കസ്റ്റംസ് അന്വേഷണ പരിധിയിൽ വന്നിട്ടുണ്ട്. ഈ വാഹനങ്ങളുടെ കൃത്യമായ രേഖകൾ ഹാജരാക്കാൻ കസ്റ്റംസ് നടന് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഭൂട്ടാൻ വാഹനക്കടത്ത് കേസിൽ സിനിമാ ലോകത്തെയും ആരാധകരെയും ഒരുപോലെ പിടിച്ചുലയ്ക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ കൊച്ചിയിലെ കസ്റ്റംസ് ഓഫീസിൽ നിന്ന് പുറത്തു വരുന്നത്. കേസിൽ കൂടുതൽ വ്യക്തത വരുത്തുന്നതിനായി കസ്റ്റംസ് സംഘം കഴിഞ്ഞ ദിവസം നടൻ ദുൽഖർ സൽമാനെ നേരിട്ട് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുകയായിരുന്നു. കൊച്ചിയിൽ കസ്റ്റംസ് ഓഫീസിൽ വെച്ച് നടന്ന ഈ ഉന്നതതല ചോദ്യം ചെയ്യൽ സാധാരണക്കാരായ സിനിമാ പ്രേമികളെ പോലും അമ്പരപ്പിക്കുന്ന രീതിയിലാണ് മണിക്കൂറുകളോളം നീണ്ടുപോയത്. കസ്റ്റംസിന്റെ കൊച്ചി യൂണിറ്റ് അതീവ ഗൗരവത്തോടെയാണ് നടന്റെ മൊഴിയെടുപ്പ് പൂർത്തിയാക്കിയത്. കഴിഞ്ഞ ദിവസം കൊച്ചിയിലെ കസ്റ്റംസ് ഓഫീസിലാണ് ചോദ്യം ചെയ്യൽ അരങ്ങേറിയത്. കസ്റ്റംസ് ഉദ്യോഗസ്ഥരുടെ വിശദമായ ചോദ്യങ്ങൾക്കും രേഖകൾ പരിശോധിക്കുന്നതിനുമായി ഈ പ്രക്രിയ ഏകദേശം 7 മണിക്കൂറോളമാണ് നീണ്ടുനിന്നത്. വാഹനങ്ങൾ വാങ്ങിയതുമായി ബന്ധപ്പെട്ട എല്ലാ സാമ്പത്തിക ഇടപാടുകളും കസ്റ്റംസ് ഈ സമയത്ത് പരിശോധിച്ചതായാണ് വിവരം. ദീർഘമായി ചോദ്യം ചെയ്യലിൽ താൻ വാങ്ങിയ ആഡംബര വാഹനങ്ങൾക്ക് പിന്നിലെ നികുതി വെട്ടിപ്പിനെ കുറിച്ച് തനിക്ക് യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല എന്ന ശക്തമായ നിലപാടാണ് ദുൽഖർ സൽമാൻ സ്വീകരിച്ചത്. ഭൂട്ടാനിൽ നിന്ന് നികുതി വെട്ടിച്ച് അനധികൃതമായി ഇന്ത്യയിലേക്ക് കടത്തിക്കൊണ്ടുവരുന്ന വാഹനങ്ങളാണ് താൻ വാങ്ങിയതെന്ന് തനിക്ക് ഒട്ടും അറിയില്ലായിരുന്നുവെന്ന് ദുൽഖർ സൽമാൻ കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്ക് മൊഴി നൽകി. സാധാരണ രീതിയിൽ വാഹനങ്ങൾ വാങ്ങുന്നത് പോലെ മാത്രമാണ് താൻ ഇടപാടുകളെ കണ്ടതെന്നാണ് നടൻ പറയുന്നത്. തന്റെ നിരപരാധിത്വം തെളിയിക്കുന്നതിനായി 2 പ്രധാന കാര്യങ്ങളാണ് ദുൽഖർ സൽമാൻ കസ്റ്റംസിന് മുൻപിൽ ഉന്നയിച്ചിരിക്കുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ ഭൂട്ടാനിൽ നിന്ന് വിദേശ ആഡംബര കാറുകൾ കടത്തുന്ന വാഹന കള്ളക്കടത്ത് റാക്കറ്റുമായി തനിക്ക് യാതൊരു വിധത്തിലുമുള്ള നേരിട്ടുള്ള ബന്ധമോ ഇടപാടോ ഇല്ലെന്ന് ദുൽഖർ കസ്റ്റംസിന് ഉറപ്പു നൽകി. നിലവിൽ തന്റെ കൈവശമുള്ള എല്ലാ ആഡംബര വാഹനങ്ങൾക്കും കൃത്യമായ നിയമപരമായ ഔദ്യോഗിക രേഖകൾ ഉണ്ടെന്നും ദുൽഖർ സൽമാൻ തന്റെ മൊഴിയിൽ കസ്റ്റംസ് സംഘത്തോട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഭൂട്ടാൻ വാഹനക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് കസ്റ്റംസ് വിഭാഗം ഇതിനകം തന്നെ അതീവ കർശനമായ നിയമ നടപടികളിലേക്ക് കടന്നിട്ടുണ്ട്. ഈ അന്വേഷണത്തിന്റെ ഭാഗമായി നടൻ ദുൽഖർ സൽമാന്റെ ഉടമസ്ഥതയിലുള്ളതും അദ്ദേഹം ഉപയോഗിച്ചതുമായ പ്രമുഖ ആഡംബര വാഹനങ്ങൾ കസ്റ്റംസ് നേരത്തെ തന്നെ പിടിച്ചെടുത്തിരുന്നു. വിപണിയിൽ കോടികൾ വിലമതിക്കുന്ന ഈ വാഹനങ്ങൾ കസ്റ്റഡിയിൽ എടുത്തതിനെ തുടർന്ന് കടുത്ത നിയമ പോരാട്ടങ്ങളാണ് നിലവിൽ കോടതിയിൽ നടക്കുന്നത്. വാഹനങ്ങൾ വിട്ടു നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് വളരെ നിർണായകരമായൊരു ഇടക്കാല ഉത്തരവും പുറത്തു വന്നിട്ടുണ്ട്. ഭൂട്ടാൻ വാഹനക്കടത്തുമായി ബന്ധപ്പെട്ട് കസ്റ്റംസ് നടത്തിയ അതീവ രഹസ്യമായ റെയ്ഡുകളിലാണ് ദുൽഖറിന്റെ 3 പ്രമുഖ ആഡംബര വാഹനങ്ങൾ പിടിച്ചെടുത്തത്. ദുൽഖർ സൽമാൻ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച് വലിയ വിജയം നേടിയ ലക്കി ഭാസ്കർ എന്ന സിനിമയിൽ ഉപയോഗിച്ച പ്രമുഖ വാഹനമാണിത്. കളമശ്ശേരിയിലെ ഒരു പ്രമുഖ ഷോറൂമിൽ നിന്നാണ് ഈ വാഹനം കസ്റ്റംസ് സംഘം റെയ്ഡിലൂടെ പിടിച്ചെടുത്തത്. ഇതിനു പുറമെ കള്ളക്കടത്ത് വഴി നികുതി വെട്ടിച്ച് കടത്തിയതാണെന്ന സംശയത്തിൽ ദുൽഖറിന്റെ കൈവശമുണ്ടായിരുന്ന ലാൻഡ് ക്രൂയിസർ, ഡിഫൻഡർ എന്നീ 2 വമ്പൻ ആഡംബര കാറുകളും കസ്റ്റംസ് നേരത്തെ തന്നെ അന്വേഷണത്തിന്റെ ഭാഗമായി സീസ് ചെയ്തിരുന്നു. തന്റെ വാഹനങ്ങൾ കസ്റ്റംസ് പിടിച്ചെടുത്തതിന് പിന്നാലെ നടൻ ദുൽഖർ സൽമാൻ നിയമപരമായ സഹായം തേടി കോടതിയെ സമീപിക്കുകയായിരുന്നു. കസ്റ്റംസ് സീസ് ചെയ്ത തന്റെ വാഹനങ്ങളിൽ തന്റെ അതീവ പ്രിയപ്പെട്ട ഡിഫൻഡർ കാർ തനിക്ക് അടിയന്തരമായി വിട്ടു നൽകണമെന്ന് ആവശ്യപ്പെട്ടാണ് ദുൽഖർ സൽമാൻ ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. എന്നാൽ ഈ ഹർജിയെ കസ്റ്റംസ് ശക്തമായാണ് കോടതിയിൽ എതിർത്തത്. വാഹനക്കടത്തുമായി ബന്ധപ്പെട്ട് നടനെതിരെ വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് കസ്റ്റംസ് വിഭാഗം ഹൈക്കോടതിക്ക് മുന്നിൽ ഉന്നയിച്ചത്. ഇരുഭാഗത്തിന്റെയും വാദങ്ങൾ ശക്തമായി കേട്ടതിനു ശേഷമാണ് ഹൈക്കോടതി ഈ വിഷയത്തിൽ വളരെ കൃത്യമായ നിർദ്ദേശങ്ങളോടെ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ദുൽഖർ സൽമാന്റെ കയ്യിലുള്ള പുതിയ 4 വാഹനങ്ങളുടെ രേഖകൾ കൂടി കസ്റ്റംസ് നിലവിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ രേഖകൾ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ വിശദമായി പരിശോധിച്ച ശേഷമായിരിക്കും നടനെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തുന്ന തീയതിയിൽ അന്തിമ തീരുമാനമെടുക്കുക. ഓപ്പറേഷൻ നുംഖോറിലൂടെ പുറത്തുവരുന്ന ഈ വലിയ ആഡംബര കാർ കടത്ത് കേസിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രമുഖർ കുടുങ്ങുമെന്നാണ് സൂചനകൾ.